ഏവർക്കും ഡോക്സ്റ്റാർ ലേണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ LDC LGS എക്സാമിന് വേണ്ടി നമുക്കൊരു റിവിഷൻ പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് വരുന്നത്. ഇപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ഒരു ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ഏത്? അൾട്രാ വയലറ്റ്, റേഡിയോ തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്. അപ്പോൾ നമ്മൾ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ വേവ് ലെങ്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഓർഡറിൽ നമ്മൾ അവയെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും. ഏതൊക്കെയാണ്? ഗാമയുണ്ട്, എക്സ്റേ, UV, വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം, അതുപോലെ ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, അതുപോലെ തന്നെ റേഡിയോ വേവ്സ്. ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കുക. വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ പറയുമ്പോൾ ഗാമയിൽ നിന്ന് റേഡിയോയിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു? അതിൻ്റെ വേവ് ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാം വേവ് ലെങ്ത് ഏറ്റവും കുറവെന്ന് പറയുന്ന, തരംഗദൈർഘ്യം ഏറ്റവും കുറവെന്ന് പറയുന്ന ആർക്കാണ്? ഗാമയ്ക്കാണ് അല്ലേ? ഗാമയ്ക്കാണ് വേവ് ലെങ്ത് ഏറ്റവും കുറവെന്ന് പറയുന്നത്. എന്നാൽ വേവ് ലെങ്ത് ഏറ്റവും കൂടിയ വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്ന ആരാണ്? റേഡിയോ തരംഗങ്ങളാണ്. വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ഗാമയ്ക്കും, തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ആർക്കാണ്? റേഡിയോയ്ക്കുമാണ്. ഇനി ആവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീക്വൻസിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നേരെ തിരിച്ചാണ്. ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് റേഡിയോയിൽ നിന്ന് ഗാമയിലേക്ക് പോകും തോറും ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ള തരംഗം എന്ന് പറയുന്നത് ആരാണ്? റേഡിയോ തരംഗങ്ങളും. ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ള തരംഗങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ഗാമയുമാണ് വരുന്നത്. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്: വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം അഥവാ നാരോ റീജിയൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാരോ റീജിയൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ധവളപ്രകാശം അല്ലെങ്കിൽ ദൃശ്യപ്രകാശം അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ദൃശ്യപ്രകാശമാണ് ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? UV തരംഗം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അൾട്രാ വയലറ്റ് തരംഗം ഒരു ലോഹ പ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കുന്നില്ല എങ്കിൽ ഏതു തരം തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത്? നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡെഫിനേഷൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ചില മൃദുലോഹങ്ങളുടെ ഉപരിതലത്തിൽ ഒരു നിശ്ചിത ആവൃത്തിയിലുള്ള അല്ലെങ്കിൽ ഒരു നിശ്ചിത ആവൃത്തിയോ അതിൽ കൂടുതലോ ഉള്ള തരംഗങ്ങൾ വന്ന് പതിച്ചാലാണ് എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യുന്ന ആ പ്രതിഭാസത്തെയാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു നിശ്ചിത ആവൃത്തി എന്ന് പറയും. ആ ആവൃത്തിക്ക് നമ്മൾ പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്: ത്രഷോൾഡ് ഫ്രീക്വൻസിയോ അതിൽ കൂടുതലോ ഫ്രീക്വൻസിയുള്ള വേവ് വന്ന് പതിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ UV തരംഗം വന്ന് പതിച്ചപ്പോൾ എമിഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം UV തരംഗത്തിന് ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണ് ഫ്രീക്വൻസി എന്നാണ്. അപ്പോൾ UVയേക്കാൾ ഫ്രീക്വൻസി കൂടുതലുള്ള ഒരാൾ വന്നാൽ മാത്രമേ ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തുള്ളൂ. ഓർക്കുക, UVക്ക് ആ വേണ്ട ഫ്രീക്വൻസി അവിടെ ഇല്ല. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് അടുത്തുള്ള അല്ലെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിട്ടുള്ള ഫ്രീക്വൻസി UV തരംഗത്തിന് ഇല്ല. അപ്പോൾ UV തരംഗത്തേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ആവൃത്തിയുള്ള ഒരു തരംഗം വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ ഫ്രീക്വൻസിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്പെക്ട്രം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പെക്ട്രത്തിലെ ആരൊക്കെ നമുക്ക് നോക്കാം: ഗാമ, എക്സ്റേ, UV, വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം, ഇൻഫ്രാറെഡ്, പിന്നെ അതുപോലെ തന്നെ ഏതാണ്? മൈക്രോവേവ്, പിന്നെ അതുപോലെ തന്നെ റേഡിയോ തരംഗങ്ങൾ. ഫ്രീക്വൻസിയുടെ ചേഞ്ച് നമ്മൾ പറഞ്ഞത് റേഡിയോയിൽ നിന്ന് ഗാമയിലേക്ക് പോകും തോറും ഫ്രീക്വൻസി കൂടുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഫ്രീക്വൻസി കുറവ് റേഡിയോയ്ക്കും ഏറ്റവും കൂടുതൽ ഗാമയ്ക്കുമാണ്. അപ്പോൾ ഇവിടെ UV വന്ന് പതിക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നില്ല? എമിഷൻ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇനി അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? UVയേക്കാൾ കൂടിയ ഫ്രീക്വൻസി ഉള്ള ഒരാൾ വരണം. ഇവിടെ UVയേക്കാൾ കൂടിയ ഫ്രീക്വൻസി ഉള്ള രണ്ട് പേരാണുള്ളത്. ഗാമയുണ്ട്, എക്സ്റേ ഉണ്ട്. ഗാമയുമുണ്ട്, എക്സ്റേയുമുണ്ട്. ഇതിൽ ആരെങ്കിലും ഓപ്ഷനിലുണ്ടോ നമുക്ക് നോക്കാം. ഇൻഫ്രാറെഡ് തരംഗം, റേഡിയോ തരംഗം, എക്സ് തരംഗം, മൈക്രോ തരംഗം.
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് എക്സ്റേസ് ആണ് തന്നിരിക്കുന്നത്, ഗാമ തന്നിട്ടില്ല. ഗാമ തന്നിരുന്നെങ്കിൽ അത് നമുക്ക് പറയാമായിരുന്നു. അപ്പോൾ ഇവിടെ എക്സ്റേ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആൻസർ ആയിട്ട് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ്, എക്സ്റേസ് ആണ് ഉത്തരവെന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോവാണ്. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖ അറിയപ്പെടുന്ന പേര് ഏതാണ്? പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, മുഖ്യ അക്ഷമാണ് കേട്ടോ. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയ്ക്ക് പറയുന്ന പേരാണ് മുഖ്യ അക്ഷം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. സോപ്പ് കുമിളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം, സോപ്പ് കുമിളയിലെയും എണ്ണപ്പാടയിലെയും മനോഹര വർണ്ണങ്ങൾക്ക് കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? വിഭങ്കനം, വ്യതികരണം, അപവർത്തനം, വിസരണം. വിഭങ്കനം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫ്രാക്ഷൻ ആണ് കേട്ടോ, ഡിഫ്രാക്ഷൻ. വ്യതികരണം എന്ന് പറയുന്നത് ഇൻ്റർഫറൻസ് ആണ്. അപവർത്തനം എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ, വിസരണം എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ആണ്. അപ്പോൾ ഇവിടെ സോപ്പ് കുമിള എണ്ണപ്പാടയാണ് പറഞ്ഞിരിക്കുന്നത്, സോപ്പ് കുമിള എണ്ണപ്പാളിയാണ് പറഞ്ഞിരിക്കുന്നത്. സോപ്പ് കുമിളയിലെയും എണ്ണപ്പാളിയിലെയും മനോഹര വർണ്ണങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് ഇൻ്റർഫറൻസ് ആണ്, ഇൻ്റർഫറൻസ് അഥവാ വ്യതികരണമാണ്. പിന്നെ അതുപോലെ തന്നെ CD, DVD എന്നിവയിലെ മനോഹര വർണ്ണങ്ങൾക്ക് കാരണമാണ് വിഭങ്കനം അഥവാ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. CD, DVD എന്നിവയിലെ മനോഹര വർണ്ണങ്ങൾക്ക് കാരണം വിഭങ്കനമാണ്. ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സോപ്പ് കുമിള എണ്ണപ്പാളയാണ്, എന്താണ്? എണ്ണപ്പാടിയാണ് വരുന്നത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നതാണ് ഇൻ്റർഫറൻസ് അഥവാ വ്യതികരണമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഉചിതമായ ഉത്തരം കണ്ടുപിടിക്കുക. ഇൻഫ്രാറെഡ് കിരണങ്ങൾക്ക് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഗാമ, എക്സ്റേ, UV, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, പിന്നെ അതുപോലെ തന്നെ മൈക്രോവേവ്, റേഡിയോ വേവ്, ഇതൊക്കെയാണ് തരംഗങ്ങൾ പറഞ്ഞത്. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഗാമയിൽ നിന്നും റേഡിയോയിലേക്ക് പോകും തോറും തരംഗദൈർഘ്യം കൂടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഫ്രാറെഡിന് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. നോക്കി, ദൃശ്യപ്രകാശം വിസിബിൾ ലൈറ്റ് ഇവിടാണ്, വിസിബിൾ ലൈറ്റിനേക്കാൾ തരംഗദൈർഘ്യം കൂടിയ ആളാണ് ഇൻഫ്രാറെഡ്. അപ്പോൾ നമുക്ക് പറയാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ അഥവാ ഹീറ്റ് റേഡിയേഷൻ എന്ന് അറിയപ്പെടുന്നു. ഇൻഫ്രാറെഡ് കിരണങ്ങൾ ദൃശ്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് ആണ്, അത് ശരിയാണ്. അപ്പം ഒന്നാമത്തെ അല്ലെങ്കിൽ എ തെറ്റും ബി ശരിയുമാണ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. എ തെറ്റ്, ബി ശരിയാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം ഏതാ എന്നറിയപ്പെടുന്നത് ഏതാ? ഈ ക്വാണ്ടം എന്ന് പറയുന്നത് ഊർജത്തിൻ്റെ അടിസ്ഥാന കണത്തിന് പറയുന്ന പേരാണ് കേട്ടോ. എനർജി, പ്രകാശം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഊർജ്ജ രൂപമാണ്. പൊതുവെ ഊർജത്തിൻ്റെ അടിസ്ഥാന കണത്തിന് പറയുന്ന പേരാണ് ക്വാണ്ടം എന്നും. ആ ഊർജ്ജ രൂപം പ്രകാശമാകുകയാണെങ്കിൽ പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണത്തെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണത്തെ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ എന്ന് പറയും. ഫോട്ടോൺ. ഓപ്ഷൻ നോക്കുക. പ്രോട്ടോൺ, ഫോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഓപ്ഷൻസ് വളരെ നിസ്സാരമായി പോയി. അപ്പോൾ പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം എന്ന് പറയുന്ന ആരാണ്? ഫോട്ടോണുകളാണ്. ഫോട്ടോൺസ് ആണ് പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് എത്ര? 25 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്ററിൽ കൂടുതൽ, 25 സെൻറ്റിമീറ്ററിൽ കുറവ്. ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ദീർഘദൃഷ്ടി ഉള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 25 സെൻറ്റിമീറ്ററിൽ കൂടുതലാണ് ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. താഴെ പറയുന്നവയിൽ പൂർണ്ണ ആന്തര പ്രതിപതനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ കോണളവിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപദിക്കുന്നു. ശരിയാണ്. ഇത് തന്നെയാണ് പൂർണ്ണാന്തര പ്രതിഫലനത്തിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുന്നത്. ജലത്തിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണ ആന്തര പ്രതിഫലനം സംഭവിക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കുറവാണ്. ശരിയാണ്. 1 ശരിയാണ്, 3 ശരിയാണ്. 1, 3 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കോൺവെക്സ്
ലെൻസ് ജലത്തിൽ വെക്കുമ്പോൾ അതിൻ്റെ ഫോക്കസ് ദൂരം എന്ത് മാറ്റം ഉണ്ടാകുന്നു? ഒരു കോൺവെക്സ് ലെൻസിനെ ജലത്തിൽ വെക്കുമ്പോൾ അതിൻ്റെ ഫോക്കൽ ദൂരം കൂടുകയാണ് ചെയ്യുന്നത്. ഫോക്കസ് ദൂരം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഓപ്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്, കൂടുന്നു എന്നുള്ളതാണ് ഉത്തരവെന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ പറയുന്നവയിൽ അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ വസ്തുവാണ് ചോദിച്ചിരിക്കുന്നത്. വായു, ഗ്ലാസ്, ഐസ്, വജ്രം. തന്നിരിക്കുന്നവയിൽ അപവർത്തനാങ്കം കൂടിയ വസ്തു എന്ന് പറയുന്നത് ഏതാ പിള്ളേരെ? ഓപ്ഷൻ ഡി ആണ് അല്ലേ, വജ്രമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ എന്ന് പറയുന്നത്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.5 ആണ്. ജലമാണെങ്കിൽ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.33 ആണ്. ഈ വാല്യൂസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണേ, ചോദിക്കുന്നതാണ്. ഡയമണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 വരുന്നത്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസിൻ്റെയും വാട്ടറിൻ്റെയൊക്കെ ചോദിച്ചിട്ടുള്ളതാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. പച്ചപ്രകാശത്തിൽ മഞ്ഞപ്പൂവിൻ്റെ നിറം എന്ത്? ഇത് നേരത്തെ PSC ഒരുപാട് ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ്. ഇനിയും വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ആ ചോദ്യത്തിൽ 2 നിറങ്ങളുണ്ടായിരിക്കും. ഇവിടെ പച്ചയുമുണ്ട്, മഞ്ഞയുമുണ്ട്. അപ്പോൾ ഏത് ചോദ്യം വന്നാലും 2 നിറങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഈ 2 നിറങ്ങളിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഒരു സെക്കൻഡറി കളർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പം പച്ച പ്രൈമറിയാണ്, മഞ്ഞ എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്. അപ്പോൾ സെക്കൻഡറി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡറി ഉണ്ട്, സെക്കൻഡറിയെ കിട്ടി. ആ സെക്കൻഡറി എന്ന് പറയുന്നത് ആരാണ്? മഞ്ഞ എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡറി ഉണ്ടെങ്കിൽ ആ സെക്കൻഡറിയെ നമ്മൾ അതിൻ്റെ പ്രൈമറി കമ്പോണൻസ് ആയിട്ട് മാറ്റി എന്ന് പറയുകയാണ്. യെല്ലോ എന്ന് പറയുന്നത് റെഡും ഗ്രീനും ചേർന്നാൽ കിട്ടുന്നതാണ് ആരെന്ന് പറയുന്നത്? യെല്ലോ എന്ന് പറയുന്നത്. ഇവിടെ പ്രകാശത്തിൻ്റെ നിറം എന്ന് പറയുന്നതും പച്ചയാണ് വരുന്നത് അല്ലേ. പ്രകാശത്തിൻ്റെ നിറം എന്ന് പറയുന്നതും എന്താണ്? പച്ചയാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു കോമൺ കളർ വന്നിട്ടുണ്ടോ നോക്കുക. ഗ്രീൻ, റെഡ്, ഗ്രീൻ, അങ്ങനെ ഒരു കോമൺ കളർ ഉണ്ട് എങ്കിൽ ഉത്തരമായിട്ട് നിങ്ങൾക്ക് ആ കോമൺ കളർ തന്നെ പറയാവുന്നതാണ്. ഇനി അങ്ങനെ ഒരു കോമൺ കളർ ഇല്ല എങ്കിൽ, പ്രൈമറി ഇല്ലെങ്കിലും കോമൺ കളർ ഇല്ലാതാകാം, സെക്കൻഡറി ഇല്ലെങ്കിലും ഒരു കോമൺ കളർ അവിടെ ഉണ്ടാകില്ല, സെക്കൻഡറി വന്നാലും കോമൺ കളർ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കോമൺ കളർ കോമൺ കളർ ഉണ്ട് എങ്കിൽ ഉത്തരം അതായിരിക്കും. കോമൺ കളർ ഇല്ല എങ്കിൽ ആൻസർ എന്തായിരിക്കും? കറുപ്പായിരിക്കും കേട്ടോ, ബ്ലാക്ക് എന്നായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ഒരു കോമൺ കളർ അവിടെ ചെക്ക് ചെയ്യുന്നു. ആദ്യം ചെയ്യേണ്ടതാണ് 2 പ്രൈമറി 2 കളേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഒരു സെക്കൻഡറി വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. സെക്കൻഡറി ഉണ്ടെങ്കിൽ ആ സെക്കൻഡറി അതിൻ്റെ പ്രൈമറി ഏതൊക്കെയാണെന്ന് നോക്കുക. എന്നിട്ട് കോമൺ കളർ ചെക്ക് ചെയ്യുക. കോമൺ കളർ അവിടെ ഉണ്ട് എങ്കിൽ കോമൺ കളർ ഉത്തരമായിട്ട് വരും. ഒരു കോമൺ കളർ അവിടെ വരുന്നില്ല എങ്കിൽ ഉത്തരം കറുപ്പായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ കളർ വന്നിട്ടുണ്ട്. ആരാണ്? ഗ്രീൻ ആണ് കോമൺ കളർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയാം, ഓപ്ഷൻ ഡി ആണ്, പച്ചയാണ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്ന ഏതാണ്? വിസ്തീർണമാണ്, സ്കാറ്ററിംഗ് ആണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത്. ആകാശത്തിൻ്റെ നീല നിറം ആദ്യമായി വിശദീകരിച്ചു എന്ന് പറയുന്നത് ലോർഡ് റെയ്ലിയാണ് കേട്ടോ. ലോർഡ് റെയ്ലിയാണ് ആകാശത്തിൻ്റെ നീലനിറം ആദ്യമായി വിശദീകരിച്ച് ഓർത്തിരിക്കുക. ആകാശത്തിൻ്റെ നീലനിറത്തിന് ആദ്യമായി വിശദീകരണം നൽകിയത് ലോർഡ് റെയ്ലിയും, എന്നാൽ സമുദ്രത്തിൻ്റെ നീലനിറം ആദ്യമായി വിശദീകരിച്ചത് CV രാമനുമാണ്. സമുദ്രത്തിൻ്റെ നീലനിറത്തിന് കാരണമെന്ന് ചോദിച്ചാലും വിസ്തീർണം തന്നെ പറയാം. അത് നമ്മളൊരു പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്, രാമൻ എഫക്റ്റ് എന്ന് പറയാറുണ്ട്. വിശദീകരിച്ചത് CV രാമനാണ്. സമുദ്രത്തിൻ്റെ നീലനിറത്തിന് കാരണം എന്ന് പറയുന്നത് രാമൻ എഫക്റ്റ്. 1928 ഫെബ്രുവരി 28 രാമൻ എഫക്റ്റ് വിശദീകരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. നാഷണൽ സയൻസ് ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി 28 CV രാമനുള്ള സ്മരണാർത്ഥമാണ് ദേശീയ ശാസ്ത്ര ദിനമായി ഫെബ്രുവരി 28 ആചരിക്കുന്നത്. അതുപോലെ 1928 ഫെബ്രുവരി 22 അദ്ദേഹം എന്ത് വിശദീകരിച്ചു? രാമൻ എഫക്റ്റ് വിശദീകരിച്ചു. എന്നാൽ CV രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്ന് പറയുന്നത് CV രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്ന് പറയുന്നത് 1930. 2 വർഷങ്ങൾ ഓർത്തിരിക്കുക. രാമൻ എഫക്റ്റ് വിശദീകരിച്ചത് 1928. എന്നാൽ നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്ന് പറയുന്നത് 1930. ഓക്കെ, പിന്നെയും ഓടുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. രാമൻ്റെ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് ഭൗതിക ശാസ്ത്രത്തിന്, ഫിസിക്സിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ആദ്യ ഏഷ്യക്കാരൻ എല്ലാം ആര് തന്നെയാണ്? CV രാമനാണ്. ഇവിടെ ഫിസിക്സിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ, ആദ്യ ഇന്ത്യക്കാരൻ CV രാമൻ. എന്നാൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? മരീചികയ്ക്ക് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മരീചികയ്ക്ക് കാരണം 4 ഓപ്ഷൻസ് ആണ് എനിക്ക്. പ്രകീർണനം, അതുപോലെ തന്നെ പൂർണ്ണ ആന്തരിക പ്രതിഫലനം, പോളറൈസേഷൻ, ഇതൊന്നുമല്ല. പ്രകീർണനം എന്ന് പറയുന്നത് നമുക്കറിയാം മഴവില്ലിന് കാരണമാണ് ആര്? പ്രകീർണനം എന്ന് പറയുന്നത്. പൂർണ്ണ ആന്തര പ്രതിഫലനം എന്ന് പറയുന്നതാണ് എന്ത്? മരീചികയ്ക്ക് കാരണം. മരീചികയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് എന്താണ്? മരീചികയ്ക്ക് കാരണം എന്താണ്? പൂർണ്ണ ആന്തര പ്രതിഫലനം അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്, പൂർണ്ണ ആന്തര പ്രതിഫലനമാണ്. അതുപോലെ മഴവില്ല് രൂപം കൊള്ളുമ്പോൾ ഏതൊക്കെ പ്രകാശ പ്രതിഭാസങ്ങളാണ്? പ്രകീർണനം ഉണ്ടാകുന്നുണ്ട്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്നിവ സംഭവിക്കുന്നു. പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലഘു തന്മാത്രകൾ കൂടിച്ചേർന്ന് ബൃഹത്തായിട്ടുള്ള തന്മാത്രകൾ, അതായത് മോണോമേഴ്സ് കൂടിച്ചേർന്ന് പോളിമറുകളായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫ്ലിൻറ്റ് ഗ്ലാസ്, സോഡ ഗ്ലാസ്, ഹാർഡ് ഗ്ലാസ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതൊക്കെയാണ് ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോകാം. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ലെൻസിൻ്റെ പവറാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ പവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. പവർ ഇസ് ഈക്വൽ ടു 1/f ഇൻ മീറ്റർ. 1 ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്ററിൽ തന്നിരിക്കുന്ന ഫോക്കൽ ലെങ്തിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 0.2 മീറ്റർ ആണ്. 0.2 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും 1/0.2 എന്ന് പറയാം. 1/0.2 ആണ്. എത്രയാണ് വരുന്നത്? പോസിറ്റീവ് വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. കോൺവെക്സ് ആണ്, അപ്പോൾ പോസിറ്റീവ് ആണ് വരുന്നത്. +5 ഡയോപ്റ്റർ ആണ് ആൻസർ വരുന്നത്. +5 ഡയോപ്റ്റർ. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ.സി. ബോസ്, സി.വി. രാമൻ, രാമാനുജൻ, നരേന്ദ്ര സിംഗ് കപാനി. ആരാണ് റേഡിയോ സംപ്രേഷണം ആദ്യമായി അവതരിപ്പിച്ചത്? ജഗദീഷ് ചന്ദ്ര ബോസ് ആണ് റേഡിയോ സംപ്രേഷണം ആദ്യമായി അവതരിപ്പിച്ചത്. നമ്മൾ നേരത്തെ പഠിച്ചു, ജെ.സി. ബോസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് പഠിച്ചത്? ജെ.സി. ബോസ് ആണ്. അതുപോലെ സി.വി. രാമനെ കുറിച്ച് നമ്മൾ പഠിച്ചു. രാമൻ പ്രഭാവം വിശദീകരിച്ചത് 1928 ഫെബ്രുവരി 28 രാമൻ എഫക്റ്റ് വിശദീകരിച്ചു. 1930 നോബൽ സമ്മാനം ലഭിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാമനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. നരേന്ദ്ര സിംഗ് കപാനിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവാണ്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറുകൾ കണ്ടുപിടിച്ചത് ആരാണ്? നരേന്ദ്ര സിംഗ് കപാനിയാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? വിഭങ്കനം, പ്രകീർണനം, പ്രതിപതനം, വ്യതികരണം. ഇതിൽ ഏതാണ്? അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോഴാണ് മഴവില്ല് രൂപം കൊള്ളുന്നത്, അല്ലേ? മഴവില്ല് രൂപം കൊള്ളുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് ഏതാണ്? പ്രകീർണനമാണ്, ഡിസ്പേർഷനാണ് ഉത്തരമെന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോകുന്നു. ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കിരണം ഏത്? ജലശുദ്ധീകരണത്തിന്, വാട്ടർ പ്യൂരിഫിക്കേഷന് ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നത് UV ആണ്, അൾട്രാ വയലറ്റ് ആണ്. നമ്മൾ ഫിൽറ്റേർഡ് വാട്ടറൊക്കെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ മിനറൽ വാട്ടറൊക്കെ ബോട്ടിലൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ അതേ നോക്കിയാൽ മതി. അതായത് UV ഫിൽറ്റേർഡ് എന്നൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജലകണികകളിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയുന്നത് ആരാണ്? അൾട്രാ വയലറ്റ് ആണ്. ഹീറ്റ് റേഡിയേഷൻ എന്നറിയപ്പെടുന്നത്, താപവികിരണം എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് ആണ്. അതുപോലെ നമ്മുടെ TV റിമോട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഫ്രാറെഡ് ആണ്. മനുഷ്യ ശരീരത്തിൽ അസ്ഥികളുടെയൊക്കെ ചിത്രം എടുക്കാൻ ഉപയോഗിക്കുന്നത് എക്സ്റേ കിരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. അടുത്തതിലേക്ക് വരുന്നു.
ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളെ തരംഗദൈർഘ്യത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ വിസിബിൾ ലൈറ്റ് നമുക്കറിയാം വിബ്ജിയോർ ആണ് ഘടകവർണ്ണങ്ങൾ എന്ന് പറയുന്നത്. വിബ്ജിയോർ. അപ്പോൾ ഇവിടുത്തെ തരംഗദൈർഘ്യത്തിൻ്റെ ക്രമത്തിലാണ്. തരംഗദൈർഘ്യത്തിൻ്റെ ഓർഡർ പറയുകയാണെങ്കിൽ വയലറ്റ് മുതൽ റെഡിലേക്ക് പോകും തോറും വേവ് ലെങ്ത് കൂടുകയും റെഡിൽ നിന്ന് വയലറ്റിലേക്ക് വരും തോറും ഫ്രീക്വൻസി അഥവാ ആവൃത്തി കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് അങ്ങനെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഓറഞ്ച് തന്നിരിക്കുന്നു, ഓറഞ്ച് കഴിഞ്ഞ് ചുവപ്പ്, അപ്പോൾ തെറ്റാണ്. പിന്നെ വയലറ്റ്, നീല, അപ്പോൾ വയലറ്റ് ശരി, അത് കഴിഞ്ഞ് ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഏതാ പറഞ്ഞിരിക്കുന്നത് പച്ചയുണ്ട്, പച്ച ഓക്കെയാണ്, അത് കഴിഞ്ഞ് മഞ്ഞ വരുന്നു, അത് കഴിഞ്ഞ് ചുവപ്പ് വരുന്നു. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് പറയാവുന്നത്. അപ്പോൾ വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ പറയുമ്പോൾ ഇവിടെ ഏതാണ് വയലറ്റ്, നീല, പച്ച, മഞ്ഞ, ചുവപ്പ് എന്നിവയാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രകാശവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. മറ്റു ടോപ്പിക്കുകളിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക്